മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് ഒരു മൂട് ഉണ്ടമ്പളവും ഇത് കാന്താരിയുമാണ്. നമ്മുടെ പച്ചക്കറികളിൽ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് വിളകളാണ് ഉണ്ടവളവും കാന്താരിയും. ഇപ്പോൾ വില കൊടുത്താൽ ഇതെല്ലാം കിട്ടുമെങ്കിലും നമ്മൾ തന്നെ നട്ടുപിടിപ്പിച്ച് വളർത്തി വലുതാക്കി അതിൻ്റെ ആദായം എടുത്ത് അനുഭവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ കൃഷി രീതികൾ ആവിഷ്കരിക്കുന്നതും നമ്മുടെ പ്രേക്ഷകരമായ രീതി പങ്കുവെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ സ്വന്തമായി ചെയ്യാൻ താല്പര്യമുള്ളവരും കൃഷിയോട് താല്പര്യമുള്ളവരൊക്കെ, അതുപോലെ തന്നെ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് ഇത്തരം കൃഷിയിൽ എത്തിക്കാനൊക്കെ താല്പര്യമുള്ളവർ ദയവായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ പ്രോത്സാഹിക്കുന്നവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഒപ്പം തന്നെ നമ്മൾ എന്താണ് ഇതിന് വളമായി ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് കാന്താരിക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, വളം ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ചുവടൊന്ന് നനയ്ക്കുന്നുള്ളതാണ്. ഏത് വിളകൾക്കും നമ്മൾ വളം ചെയ്തതിന് മുമ്പ് പറ്റുമെങ്കിൽ അതിൻ്റെ ചുവടൊന്ന് കുതിർത്ത് കൊടുക്കുന്നതാണ്. മഴയുള്ളപ്പോൾ വേണ്ട, മഴയില്ലാത്തപ്പോൾ. ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് എല്ലുപൊടിയാണ്. ഇത് എല്ലുപൊടി രണ്ട് തരത്തിലുണ്ട്. എല്ലുപൊടിയെപ്പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള എല്ലുപൊടിയുണ്ട്. ഈ എല്ലുപൊടി ഇതിൻ്റെ വട്ടം ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് എല്ലുപൊടി ഇട്ടുള്ളൂ. പിന്നെ മറ്റൊന്ന് ഇത് പിണ്ണാക്കാണ്, വേപ്പിൻ്റെ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ചുവട് വേര് പൊട്ടാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കണം. അപ്പം ഇതാണ് ഇടുന്നത്. ഇനി നമുക്ക് ഉണ്ടവളവിന് കാലിവളം ചാണകം, ആട്ടിൻ കാഷ്ടമൊക്കെ ഉണ്ടവളവിന് നല്ലതാണ്. അത് നേർപ്പിച്ച് ചാണകമാണെങ്കിൽ ഉണക്കി പൊടിച്ചത്, അല്ലെങ്കിൽ പച്ച ചാണകമാണെങ്കിൽ വെള്ളത്തിലിട്ട് നേർപ്പിച്ച രീതിയിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക നല്ലതാണ്. ഒരു കാരണവശാലും ചാമ്പൽ അല്ലെങ്കിൽ വെണ്ണീർ എന്ന് പറഞ്ഞ ചാമ്പൽ നമ്മൾ ഈ കാന്താരിക്ക് ഇടരുത്. അതുപോലെ ഉണ്ടവളം ഇടരുത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു വസ്തു ഇതിനെ കുരുടിപ്പ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി ഇതിനെന്താണ് ചെയ്യുന്നത്? ഇതിപ്പോൾ നട്ടിട്ട് ഒരു 1.5 മാസമേ ആയുള്ളൂ. ഇത് നട്ടിട്ട് 1 മാസമേ ആയുള്ളൂ. 1.5 മാസം ഈ ചാക്കിനകത്താണ് നമ്മൾ നട്ടിരിക്കുന്നത്. കാരണം ചെറിയ ഒരു മുളകായിട്ട് വളർത്തിയെടുക്കാനാണ്. ഇതും അതുപോലെ തന്നെ ഇന്നലെ മഴയൊന്നും പെയ്തില്ല. അതുപോലെ തന്നെ വളം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചുവടും നനച്ചു കൊടുക്കുകയാണ്. ചൂട് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കാന്താരിക്കിട്ട വളങ്ങൾ മാത്രമാണ് ഉണ്ടവളവിനും നമ്മൾ ഇടുന്നതും നമ്മൾ ശുപാർശ ചെയ്യുന്നു. അതുപോലെ മിതമായ രീതിയിലുള്ള വളപ്രയോഗം നടത്തിയാണ് നമ്മൾ വിളവെടുക്കുന്നത്. മിതമായ രീതിയിലുള്ള വളപ്രയോഗം കൃത്യമായി നടത്തുകയാണെങ്കിൽ എല്ലാ വിളകൾക്കും നല്ല ആയുസ് കൂടും. അതായത് ഒരു വർഷം കൊണ്ട് വിളവ് എടുത്ത് അതിൻ്റെ ജീവിതഘട്ടം പൂർത്തിയാക്കുന്ന ആ വിള കുറച്ചു കാലം കൂടി 1-2 വർഷം കൂടി നമുക്ക് വിളവെടുക്കാൻ ഉള്ള ഒരു പ്രേരണ ആ സസ്യങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിനി പച്ചില വളം, അത് ഈ കാന്താരിക്കും പച്ചവളമൊക്കെ ആയിട്ടുള്ള തോലിടുന്നുണ്ട്. തോല് ഓക്കെ. അപ്പോഴേ ഉണ്ടവളവിനും ഞാൻ കാന്താരിക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ചാമ്പൽ ഞാൻ ശുപാർശ ചെയ്യുന്നില്ല. കാരണം ചാമ്പലിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലൈൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ട്. ഈ പദാർത്ഥങ്ങൾ ഉണ്ടവളവിന് കുരുടിപ്പുണ്ടാകും. ഇതിപ്പം നല്ല തണുത്ത് നിൽക്കുകയാണ്, പൂക്കളും കായും ഉണ്ടാവുന്നേ ഉള്ളൂ.
ഇതൊരു 5 കൊല്ലം വരെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. പകരം ചാമ്പലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനകത്ത് തന്നെ അതിൻ്റെ ആയുസ് പോകുന്നതാണ് സത്യം. അതുകൊണ്ട് യാതൊരു കാരണവശാലും ചാമ്പൽ നമ്മൾ ഒഴിവാക്കണം. പിന്നെ മറ്റൊന്ന്, ഇത് എല്ലാ ദിവസവും മഴയില്ലാത്ത ദിവസങ്ങളിൽ 2 നേരം നനച്ചു കൊടുത്താൽ അത്ര നല്ലതാണ്. ധാരാളം വെള്ളമാണ് ആവശ്യം. അതുപോലെ തന്നെ വേരുകൾക്ക് ദൂരോട്ട് പോയി വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല. അതുകൊണ്ട് ജലസേചനം അനിവാര്യമാണ്. ഇത് രണ്ടും നമ്മുടെ വീടുകളിൽ നട്ടു വളർത്തിയാൽ നമുക്ക് നിത്യജീവിതത്തിൽ നമ്മുടെ അടുക്കളയിൽ ആവശ്യമായ കാന്താരിയും ഉണ്ടവളവും നമുക്ക് ലഭ്യമാക്കുന്നതാണ്. കാന്താരിയുടെ ഗുണങ്ങളൊക്കെ നമുക്കെല്ലാം അറിയാം. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ച് കളയുന്ന ഒരു ഘടകം കാന്താരിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലെ ആഹാര പദാർത്ഥങ്ങളിൽ ചമ്മന്തിയായിട്ടും കറികളിലും ഒക്കെ അച്ചാറായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആയുർവേദ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ കാന്താരി ഉപയോഗിക്കുന്നുണ്ട്. കാന്താരി പ്ലസ്, കാന്താരി തേന്, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി മരുന്നുകളുണ്ട്. എന്തായാലും കാന്താരി ചമ്മന്തിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളൊന്ന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു മാരക രോഗത്തെ ചെറുക്കാൻ, മാരക വെച്ചാലും മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. ആ രോഗത്തെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ അലിയിച്ച് കളയാനും കാന്താരി അനിവാര്യമാണ്. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ വിളവെടുപ്പ് ഇപ്പോൾ ഇത് പറിക്കാറായി നിൽക്കുകയാണെങ്കിലും ഒരു 1-2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വിളവെടുപ്പ് കാണിക്കും. അതുപോലെ നമ്മൾ ഇതിൻ്റെ നടിയിൽ വസ്തു എന്ന് പറയുന്ന ഈ പഴുത്ത ഈ മുളകാണ് നടിയിൽ വസ്തു. നമ്മൾ ഇത് ഒരു പേപ്പറിൽ ഉരയ്ക്കാമെങ്കിൽ ഇതിൻ്റെ അരി ആ പേപ്പറേ വരും. സ്വല്പം വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ആ അരി കിളിപ്പിച്ച് നമുക്ക് ഇടാം. അതല്ലെങ്കിൽ നമ്മൾ ഗ്രാമപ്രദേശത്തെ റോഡുകളിലൂടെയൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തൈകൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കും. അത് നമ്മൾ പിഴുത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അത് ചാമ്പിടാതിരുന്നാൽ മതി. ഒരു വളം ഇട്ടില്ലും കുഴപ്പമില്ല. ഇതേപോലെ ചീമക്കൊന്ന ഞാനിവിടെ ചീമക്കൊന്ന തല മാത്രം അരിച്ചുകൊട്ടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചീമക്കൊന്നയുടെ ലായനി വളം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടംപോലെ വിളവ് കിട്ടും. ഇങ്ങനെ അല്പം പരിശ്രമത്തിലൂടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മിക്കവാറുമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഞങ്ങളുടെ വീഡിയോയ്ക്ക് നാളിതുവരെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാൻ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.